വെൽക്കം ബാക്ക് അഗൈൻ. അങ്ങനെ ഫൈനലി ഐ ആം റീച്ച്ഡ് തവാങ്. പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്നലെ തവാങ് എത്തി. തവാങ്ങിലൊരു ഗസ്റ്റ് ഹൗസിൽ താമസിച്ചേ, ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ. 400 രൂപയുള്ളൂ ഡബിൾ ബെഡ്റൂം. ഭർത്ത ഈ ഒരു ഭാഗത്ത് ഈ റേറ്റിൽ അവിടേക്ക് കിട്ടത്തില്ല. ഒട്ടുക്കത്തെ തണുപ്പായിരുന്നു കേട്ടോ. -3 -4 കിട്ടി പുലർച്ചെ. ഇത് കണ്ടോ, ബെഡ് 3 ബെഡ് 2 ബെഡ്ഷീറ്റൊക്കെ ഇട്ടാണ് നമ്മൾ കിടന്നത്. അതിൽ 2 ജാക്കറ്റ് 2 ബനിയൻ. ഒടുക്കത്തെ തണുപ്പാ. സോ ഇന്നത്തെ പ്ലാന്, ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട്, ഭക്ഷണം കഴിക്കണം. റൈസ് കിട്ടുന്നതാണ് പറഞ്ഞത്. സോ വല്ലതും കഴിച്ചിട്ട് പുറത്തിറങ്ങണം. ഈ തവാങ് ഡൗൺ ടൗണിൽ തന്നെ കുറച്ച് കാണാനുണ്ട്. അതായത് ഒരു ബുദ്ധൻ്റെ സ്തൂപ, ഏഷ്യയിൽ തന്നെ ഹയസ്റ്റ് 2nd വണ്ണ. പിന്നെ ഒരു മൊണാസ്ട്രി, തവാങ് മൊണാസ്ട്രി. പിന്നെ ഒരു വാർ മെമ്മോറിയൽ. തവാങ്ങിൽ കുറേ ചരിത്രമുണ്ട് കേട്ടോ. തവാങ് ഫസ്റ്റ് ചൈനൻ്റെ അതിർത്തിയിലായിരുന്നു 1961 വരെ. പിന്നെ യുദ്ധത്തിന് ശേഷമാണ് അത് നമുക്ക് ഇന്ത്യക്ക് കിട്ടിയത്. പിന്നെ തവാങ് കുറച്ച് എക്സ്പെൻസീവ് ആട്ടോ. അവിടെ എത്തുന്ന വരെ കുറച്ച് എക്സ്പെൻസീവാണ്. അതായത് നമുക്ക് 2 വഴി വരാം. ഒന്ന് തെസ്പൂർ വഴി ആസാമിലെ, പിന്നെ ഒന്ന് ഇറ്റാനഗർ അരുണാചൽ പ്രദേശിലെ. ഇന്നത്തെ വീഡിയോസ് അടിപൊളിയായിരിക്കും. തവാങ്, നീലാകാശം പച്ചക്കളർ ചുവന്ന ഭൂമിയിൽ പറയുന്ന തവാങ്. ഫ്രൈഡ് റൈസ് വന്നിരിക്കും കേട്ടോ. അപ്പോൾ നല്ല സൂപ്പുണ്ട്, ചൂടാ. വെള്ളം കഴിച്ചു, പുറത്തിറങ്ങി. അതാണ് പോട്ടോ. വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട്. ഈ കാണുന്നതാണ് തവാങ്ങിലെ ദ ജയന്റ് ബുദ്ധ സ്തൂപ. തവാങ് മെയിൻ ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ മാറി. ഈ തവാങ്ങിന് കുറേ ചരിത്രമുണ്ട് കേട്ടോ. ഈ തവാങ് പണ്ട് ചൈന, ടിബറ്റൻ അവരുടെ കയ്യിലായിരുന്നു. പിന്നെ യുദ്ധത്തിന് ശേഷമാണ് നമുക്ക് ഇന്ത്യയിലോട്ട് കിട്ടിയത്. പക്ഷെ ഇപ്പോഴും ഇവിടുത്തെ ആൾക്കാർ ആ രീതിയെ ഫോളോ ചെയ്യുന്നത്. ടിബറ്റൻ കൾച്ചർ, ബുദ്ധിസം. ഒരു ഇൻട്രസ്റ്റിംഗ് ആയ സാധനം കാണിച്ചു കേട്ടോ. ഈ കാണുന്ന ബോർഡ് കണ്ട, ഇത് എല്ലാ മെയിൻ ടൗണിലേക്കുള്ള കിലോമീറ്ററും ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ലാസ, ചൈനയിലെ ലാസ 240 കിലോമീറ്റർ. പിന്നെ ന്യൂഡൽഹി 1500 കിലോമീറ്റർ. പാരീസ് 7700 കിലോമീറ്റർ. ന്യൂയോർക്ക് 12274 കിലോമീറ്റർ. വിട്ടാലോ, എവിടെ പോകണം? ന്യൂയോർക്ക്, പാരീസ്, ലാസ. ന്യൂഡൽഹി പോയതാ, ഒഴിവാക്കാം. ഈ കാണുന്ന മൊണാസ്ട്രി ഇന്ത്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് മൊണാസ്ട്രിയാണ്. ഏഷ്യയിലെ 2nd or 3rd സംതിങ്ങാണ്. ഒരു കുന്നിൻ്റെ മേലെയാട്ടോ മൊണാസ്ട്രി. ആൾമോസ്റ്റ് എല്ലാ മൊണാസ്ട്രി ഈ കുന്നിൻ്റെ മേലെ ആ രീതിയിലായിരിക്കും. ഞാൻ കണ്ടതല്ല. അതായത് ദിറാങ്ങിലെ മൊണാസ്ട്രി അതൊരു കുന്നിൻ്റെ മേലെയാണ്. പിന്നെ ബുദ്ധ പാർക്ക് അതും ഹൈ ടോപ്പിലാണ്. നല്ലൊരു ആംബിയൻസ് ഉണ്ടാവും. ഇഷ്ടംപോലെ മോങ്സിനെ നമുക്ക് പോകുന്ന വരെ കാണാൻ പറ്റും. കാണിച്ചു തരാം. ഈ കാണുന്ന മൊണാസ്ട്രിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് മൊണാസ്ട്രിയാണ്. അത് 1680 ഈ മൊണാസ്ട്രി സ്ഥാപിച്ചത്. നമ്മുടെ ഈ അരുണാചൽ പ്രദേശ് പറയുന്നത് തന്നെ ഒരു മൊണാസ്ട്രികളുടെ നാട്, ഇല്ലെങ്കിൽ താഴ്വാരങ്ങളുടെ നാട് അങ്ങനെ അറിയപ്പെടുന്നത്. എവിടെ നോക്കിയാലും മൊണാസ്ട്രി, നമ്മുടെ ടിബറ്റൻ ഫ്ലാഗ്, മോങ്സ് കമ്പൾസറി കാണാട്ടോ. എല്ലാവിടെ നോക്കിയാലും കാണാൻ പറ്റും.
ഫെബ്രുവരി മാർച്ച് ആ സമയത്താണ് ഇവരുടെ ടിബറ്റൻ ന്യൂ ഇയർ നടക്കുന്നത്. ആ സമയത്ത് ഇവിടെ വന്നു വെച്ചാൽ നല്ല നല്ല വ്യത്യസ്തമായ ആചാരങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. അങ്ങനെ നമ്മൾ മൊണാസ്ട്രിയിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കാം കേട്ടോ. വയ്യ, നല്ല തണുപ്പാണ്. സോ പെട്ടെന്ന് പനിയൊന്നും കിടക്കുന്ന പോലെ ഉണ്ട്. റൂമിൽ പോയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആകട്ടെ. നല്ല വൈബാട്ടോ ഈ ഒരു ഭാഗത്തിരിക്കാൻ മൊണാസ്ട്രികളിൽ. ഈ പുറകിൽ കാണാണ്ട തവാങ് ടൗൺ ആണ്. ഇത്രയേ ഉള്ളൂ തവാങ് ടൗൺ, ചെറിയ ടൗൺ. അതിൽ നല്ലൊരു ഫുട്ബോൾ സ്റ്റേഡിയം കാണാൻ പറ്റും. അടിപൊളി ഇവിടെ നിന്ന് കാണാൻ തന്നെ. ഈ ഒരു തവാങ് ഭാഗത്ത് കാലത്തൊരു 9 മണി മുതൽ വൈകുന്നേരം 4 മണി 4:30 വരെ കറണ്ട് ഉണ്ടാവില്ല എല്ലാവിടെയും, ഹോൾ തവാങ്. അതേ സമയത്ത് തന്നെ നെറ്റും ഉണ്ടാവില്ല, നെറ്റ്വർക്കൊക്കെ ഓഫായിരിക്കും. രാത്രി മാത്രമാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാവുക. അതൊരു പുതിയ അറിവാട്ടാ. കറണ്ടില്ല അത് ഓക്കെ, പക്ഷെ നെറ്റും ഉണ്ടാവില്ല കേട്ടോ. ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുറത്ത് നല്ല ചൂടുമാണ്, പുറത്ത് നല്ല തണുപ്പുമാണ്. സോ ബോഡി പെട്ടെന്ന് ഹൈഡ്രേറ്റ് ആവും. ഹൈ ആൾട്ടിറ്റ്യൂഡിലല്ലേ, നടക്കാൻ പറ്റുന്നില്ല. സോ ടയർഡായ കാരണം റൂമിൽ വന്നു. സമയം 2 മണിയായിട്ടുള്ളൂ. തവാങ്ങിൽ എവിടെയും കവറൊന്നും ചെയ്തിട്ടില്ല. തവാങ് ഡൗൺ ടൗൺ മാത്രം കവർ ചെയ്തിട്ടുള്ളൂ. ഇനി ബുംല പാസ് ഉണ്ട്, പക്ഷെ ബുംല പാസ് നാളെ പോകാന്നുള്ള പ്ലാനിലായിരുന്നു. നാളെ എന്താ അറിയില്ല, ബോഡി കൊണ്ട് ഓക്കെയാണെങ്കിൽ നാളെ പോകും, ഇല്ലെങ്കിൽ തിരിച്ച് നേരെ ഗുവാഹത്തിയിൽ പോകുന്നുള്ള പ്ലാനില്ല. അവിടെ നമുക്ക് ചൈനീസ് ഭൂട്ടാൻ ബോർഡർ കാണാൻ പറ്റുക. ചൈന ബോർഡർ നമുക്ക് അവിടെ കാണാൻ പറ്റും. നല്ല സ്നോ ഉള്ള സ്ഥലമാണ്. സോ നാളെ പോകാന്നുള്ള പ്ലാനിലായിരുന്നു, പക്ഷെ എൻ്റെ ബോഡി ഇപ്പോൾ ഓക്കെ ആണെങ്കിൽ നാളെ പോകും, ഇല്ലെങ്കിൽ നേരെ തിരിച്ച് ഗുവാഹത്തിയിലോട്ട്.